ഹലോ വെൽക്കം ബാക്ക് ടു മിന്നൂസ് ഡയറി. ഇന്നൊരു ചൂരക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടാണ് എൻ്റെ കുക്കിങ്ങൊക്കെ. ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ മീൻ വാങ്ങിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമേ കറി ഉണ്ടാകും. ഞങ്ങൾക്ക് ഇവിടെ കറി അധികം ഇഷ്ടമല്ല, വറക്കണ ഇഷ്ടം. അപ്പോൾ വറക്കാൾ മരിച്ചിട്ട് കറിക്കുള്ളത് കുറച്ചെടുത്തു. അപ്പോൾ ഞാനിങ്ങനെയായിട്ട് ഉണ്ടാക്കുന്നത്, അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇച്ചിരി ഉലുവയൊക്കെ ഇട്ട് പൊട്ടിക്കും. പിന്നെ ഉള്ളിയൊക്കെ ഇട്ട്, ചെറിയ ഉള്ളിയൊക്കെയാണ് ശരിക്കും ഇടേണ്ടത്. ഞാൻ വലിയ ഉള്ളിയാണ് ഇട്ടിട്ടോ, കാരണം വർക്ക് കഴിഞ്ഞിട്ട് ആകെ ടയർഡാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ചുരക്കറിയാണ് ഇട്ടത്. ശരിക്കും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കി വെച്ചാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. പച്ചമുളകും ഉപ്പും അതേപോലെ തന്നെ ഉള്ളിയൊക്കെ ഇട്ട് നന്നായി വഴറ്റണം. അപ്പോഴേക്കും ഞാനത് വഴറ്റി വരുമ്പോഴേക്ക് ഞാൻ ബൗളിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് വെള്ളം കൂടി ഇട്ടിട്ട് പേസ്റ്റ് പോലെ ആക്കി കിട്ടോ. എന്നാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ, അങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോന്നോരോന്നങ്ങനെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കുടമ്പുളി ഇട്ടിട്ടാണ് കറി വയ്ക്കണത്. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ വാളമ്പുളി ഇട്ടാണ് കറി വയ്ക്കുക. അങ്ങനെ കുടമ്പുളി ഇട്ട് അങ്ങനെ ഞാൻ കറി വയ്ക്കണ ആരും അങ്ങനെ പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. ഇവിടെ എറണാകുളത്തൊക്കെയാണ് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് വർക്കിന് വേണ്ടി വരുന്ന സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മേഡനാണ്. ആൾ ഞങ്ങളുടെ നാട്ടുകാരി തന്നെയാണ്. പക്ഷേ ആൾ കുടമ്പുളി ഇട്ട് കറി വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഫസ്റ്റായിട്ട് കുടമ്പുളി ഇട്ട് കറി ഞാൻ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കറി. അപ്പോൾ നന്നായിട്ട് ഈ ഉള്ളി വഴറ്റി, അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയൊക്കെ ഇട്ട് നന്നായി പേസ്റ്റേക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കണം കേട്ടോ. ഈ മസാലയൊക്കെ പാടെ ഈ ഉള്ളിയൊന്നും എന്തെങ്കിലും അങ്ങനെ കടിക്കാൻ കിട്ടാതെ അത്രയും പേസ്റ്റ് പോലെ ആക്കി, അതാണ് ഇഷ്ടം. അപ്പോൾ നന്നായി വാടി വന്ന ശേഷം നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ പേസ്റ്റ് പോലെ ആക്കിയത്, അതും കൂടെ ആക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ പോകാൻ തരത്തിൽ, പച്ചമണം പോകുന്ന വരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഒന്ന് ചെറുതായിട്ട് തള വരുന്ന വരെ ഇങ്ങനെ ഞാൻ വഴറ്റി കൊടുക്കും. അടി പിടിക്കാതെ നോക്കണം കേട്ടോ ഈ സംഭവം. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാതെ എനിക്കറിയില്ല, നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കമൻറ്റ് ചെയ്യണേ. കുടംപുളിയൊക്കെ ഞാൻ നേരത്തെ കൂട്ടിയിട്ട് കറി ഉണ്ടാക്കണ മുന്നേ തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് ചേർന്ന് കേട്ടോ. ഒരു 5-6 എടുത്തു, നമുക്ക് പുളിക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ. അവർക്ക് ഓരോ ഇഷ്ടമല്ല. ഞാനൊരു 3-4-5 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ ഇത്തിരി വെള്ളം ആയി കൊടുക്കാം. പിന്നെ കറി ചെറുതായിട്ടും തിളച്ച് വരുമ്പോഴാണ് നമ്മൾ കഷ്ണമൊക്കെ ചേർക്കേണ്ടത് കേട്ടോ. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ശരിക്കും ഇത് മൺചട്ടിയിൽ വെക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. എൻ്റെ ഒരു മൺചട്ടി ഇല്ല, എനിക്ക് ഇനി ഒരു മൺചട്ടി വാങ്ങണം. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലും കൂടി തൂക്കി കൊടുത്ത് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരിക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. ബൈ.